Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലൈഫ് സേവിംഗ് ഹാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് ഓയിലി സ്കിന്നുകാർക്ക്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ പോലെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹാക്സ് ആണ്. ഹാക്സ് അല്ല, കുറച്ച് ടിപ്സ് ആണ്. ഓക്കെ, ഞാൻ എങ്ങനെ എൻ്റെ ഓയിലി സ്കിന്ന് കൺട്രോൾഡ് ആയിട്ട് വെക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. ഹാക്സ് എന്നും പറയാം, ടിപ്സ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ വേറെ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരാണ് ഇത് നിങ്ങൾക്കൊന്നും യൂസ്ഫുൾ ആവില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്ന ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഡെഫിനറ്റ്ലി ഒരു കുഞ്ഞു പോയിന്റെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, വേറെ നിവർത്തിയില്ല. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഒട്ടും സംസാരിച്ച് സമയം കളയേണ്ട, വേഗം വീഡിയോ തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്താ അഭിപ്രായം, ഇങ്ങനെയുള്ള ഹാക്കിന്റെ അല്ലെങ്കിൽ ടിപ്സിന്റെ വീഡിയോ വേണോ എന്നുള്ളത് കമന്റ് ചെയ്ത് പറയാം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ഓൺ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ അവിടെയും ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താഴെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് നമ്മൾ മോർണിംഗ് എണീച്ച ഉടനെ തന്നെ സാധാരണ ആൾക്കാർ ചിലപ്പോൾ ബ്രഷ് ചെയ്യും, ചിലർ ബ്രഷ് ചെയ്യും, ചിലപ്പോൾ അല്ല, ചിലർ ബ്രഷ് ചെയ്യും. ചിലർ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് വേഗം പോയി വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ ചായ കുടിക്കും. ഇങ്ങനെയുള്ള ടീംസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എണീറ്റ ഉടനെ നേരെ വാഷ് ബേസിൻ്റെ അവിടെ പോവുക. നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താലും മതിയാവും. പക്ഷെ നമ്മൾ രാത്രി നല്ലോണം സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മോയ്സ്ചറൈസർ, ലിപ് ബാം എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് വാഷ് ഏതാണോ അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രാവിലെ തന്നെ ആ രാത്രി അപ്ലൈ ചെയ്ത സംഭവങ്ങളെല്ലാം രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യണം. അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഒരു 20 to 30 മിനിറ്റ്സിന് ശേഷം ടോണർ, മോയ്സ്ചറൈസർ എല്ലാം ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ടിപ്പാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ടിപ്പ്, ഇതൊരു ടിപ്പാണോ എന്ന് ചോദിച്ചാൽ ടിപ്പായിട്ട് കണക്കാക്കാം. നിങ്ങളുടെ ബെസ്റ്റ് ഫേസ് വാഷ്, ബെസ്റ്റ് അല്ല, എന്താ അറിയില്ല, ഈയിടെയായിട്ട് വർത്തമാനം പറയുമ്പോൾ എല്ലാത്തിലും ഒരു ബെസ്റ്റ് കയറി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ആയിരിക്കാം, പക്ഷേ ഓയിലി സ്കിന്നിന് തന്നെ പല രീതിയുണ്ട്. അതായത് ചെറിയ രീതിയിൽ ഓയിലി സ്കിൻ ആയിട്ടുള്ളവരുണ്ട്, ചെറിയ രീതിയിൽ ഓയിൽനെസ് ഉള്ളൂ എന്നുള്ളവരുണ്ട്, എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇത് രണ്ടിനെയും നടുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലും ഓയിലി സ്കിൻ ഉണ്ട്. ഓയിലിയിൽ തന്നെ ആക്നി പ്രോൺ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, അതിന് സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഫേഷ്യൽ സോപ്സ് ട്രൈ ചെയ്യാവോ? സോപ്പ് പൊതുവേ ഫേസിന് നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ട്രൈ ചെയ്യാവോ എന്ന് 1-2 പേര് എന്നോട് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടി പറയുകയാണ്, ഫേഷ്യൽ സോപ്സ് അങ്ങനെ മോശമാണെന്നോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല, നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് തരുന്ന സോപ്പ് ഫേസിൽ യൂസ് ചെയ്യരുത്. ഫേഷ്യൽ സോപ്സ് ഫേസിന് വേണ്ടിയിട്ടുള്ള സോപ്സ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോഴും എന്താ പറയാ, സോപ്പിനെക്കാട്ടിലും എത്രയും ബെറ്റർ ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഒരു ഓയിലി സ്കിന്നാണ്, ഓയിലി ആക്നിപ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ ആയിട്ട് നിങ്ങൾ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് ഐസ് ക്യൂബ് വെക്കുമല്ലോ, ഐസ് ട്രേയിൽ വെക്കുമല്ലോ നമ്മുടെ ഫ്രിഡ്ജിൽ. ആ ഐസ് ക്യൂബ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ റെഗുലർ ആയിട്ട് അത് നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റൊട്ടീനിലെ ഭാഗമാക്കുക. അത് ഒന്നില്ലെങ്കിൽ രാവിലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രി യൂസ് ചെയ്യാം. രാവിലെയും രാത്രിയും യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡെയിലി 2 times യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇല്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 time ഏതെങ്കിലും മോർണിംഗ് ഓർ നൈറ്റ് ഏതെങ്കിലും ഒരു റൊട്ടീനിലെങ്കിലും നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഐസ് ക്യൂബ്സ് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സെൻസിറ്റീവ് കൈൻഡ് ഓഫ് സ്കിന്നാണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ക്ലോത്തിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വേറൊരു ടിപ്പാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ചെയ്യാത്തവര്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അതായത് പ്രത്യേകിച്ച് ഓയിലി ആക്നിപ്രോൺ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. നമുക്കിങ്ങനെ പ്രോഡക്ട്സിൽ കാണാൻ പറ്റും അത് നോൺ കൊമിഡോജനിക് ആണോ എന്നുള്ളത്. കാരണം അങ്ങനത്തെ പ്രോഡക്ട്സ് ആകുമ്പോൾ നമ്മുടെ പോസിനെ അത് ക്ലോഗ് ചെയ്യില്ല. സോ അത് വീണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഈ പോസ് ക്ലോഗ് ആയി കഴിഞ്ഞാലാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരിക. അപ്പൊ അതുകൊണ്ട് നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്താ പറയാ
നിങ്ങൾ ശ്രമിക്കുക. കാരണം എല്ലാം നമുക്ക് അങ്ങനെ അത് മാത്രം നോക്കി യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നുമില്ല. എങ്കിലും മാക്സിമം സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ആൾക്കാരും പറഞ്ഞ് കേട്ട് മടുത്ത് വെറുത്ത ഒരു കാര്യമായിരിക്കും ധാരാളം വെള്ളം കുടിക്കുക. അത് എത്രമാത്രം സത്യമാണെന്നുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ പറയുന്നത്. പണ്ടൊന്നും ഞാൻ അങ്ങനെ വലിയ വെള്ളം കുടിക്കില്ലായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അത് ആ വഴി പോകുമ്പോൾ, ആ ഡൈനിങ് ടേബിളിന്റെ വഴി പോകുമ്പോൾ വെള്ളം കണ്ടാൽ ദാഹിച്ചാൽ എടുത്ത് കുടിക്കും എന്നല്ലാണ്ട് ദിവസം ഇത്ര വെള്ളം കുടിക്കണം എന്ന് ആലോചിച്ച് കുടിക്കില്ലായിരുന്നു. ശരിക്കും അത് കുടിച്ചു തുടങ്ങിയപ്പോൾ അത് എത്ര നല്ല രീതിയിലാണ് സ്കിന്നിൽ മാറ്റം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അതായത് നമ്മൾ അങ്ങനെ വെളുക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തോ ആവുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പല രീതിയിലും നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും. ആ ഒരു ഓയിൽനെസ്, അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല പ്ലംപി, നല്ല എന്താ പറയുക, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ സ്കിൻ ഇരിക്കാൻ തുടങ്ങും. സോ വെള്ളം അങ്ങനെ കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോട്ടിൽ ഒരു കണക്കൊക്കെ വെച്ച് കുടിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ അത് നിർത്തില്ല. എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ വെള്ളം കുടിക്കും. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടോണർ. ടോണർ എത്രമാത്രം ഓയിലി സ്കിന്നുകാരുടെ ഒരു റൊട്ടീനിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടാത്തൊരു സാധനമാണ് കേട്ടോ ടോണർ എന്ന് പറയുന്നത്. ചില ആൾക്കാർ ചില വീഡിയോസിൽ പറയുന്നുണ്ട് ടോണർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്ന് പറയുന്നതായിട്ടുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പ്രത്യേകിച്ച് നമ്മൾ ഓയിലി സ്കിന്നുകാർ. കാരണം നമുക്ക് ഈ ഓപ്പൺ പോസിന്റെ ഇഷ്യൂസ് ഒക്കെ നല്ലോണം ഉണ്ടാവും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പോർ ടൈറ്റനിങ് അല്ലെങ്കിൽ അങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുക്കുംബർ ടോണേഴ്സ് ഒക്കെ ദി ബെസ്റ്റ് ആണ്. എന്തായാലും നിങ്ങളൊരു ടോണർ നിങ്ങളുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഞാനിപ്പോൾ പല പ്രോഡക്ട്സും ട്രൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് പല പല ടോണേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 2 years കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുക്കുംബർ ടോണറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ റിസൾട്ട് ശരിക്കും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഓപ്പൺ പോസ് നല്ലോണം റെഡ്യൂസ് ആയത് ആ ഒരു ടോണർ കാരണമാണ്. ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോണറാണ് കേട്ടോ. ഇത് വോവിന്റെ കോക്കനട്ട് റിച്ച് ടോണറാണ്. കോക്കനട്ട് സൂപ്പർ റിച്ച് ഫേഷ്യൽ ടോണർ ആണ്. ഇതിൽ ഇവർ പറയുന്നത് റിഫൈൻ പോസ്, ഹൈഡ്രേറ്റ്, ടോൺ സ്കിൻ. എനിവേ ഇതൊരു നോർമൽ ടോണർ, നല്ലൊരു ടോണറാണ്. മെയിൻ ആയിട്ട് ഞാൻ ഇപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും ലൈക്ക് ഒരു ചോക്ലേറ്റിന്റെ, കോക്കനട്ട് ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഒരു മണമാണ്. സോ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ്സും കിട്ടും. ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് അല്ല, ഞാൻ എന്താ പറയണേ, അതായത് ഒരു എനർജി കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അല്ലാണ്ട് അത് ഇതിന്റെ ഒരു ഗുണമാണെന്നൊന്നുമല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ടോണർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുക്കുംബർ കണ്ടന്റ് വരുന്ന ടോണർ യൂസ് ചെയ്യുക. ആക്ച്വലി എൻ്റെ ആ ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ഞാൻ കുക്കുംബർ ടോണറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ആപ്സ് ഗുഡ്നെസിന്റെയും അതേപോലെ തന്നെ ബയോട്ടിക്കിന്റെയും, 2ന്റെയും കുക്കുംബർ ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2ഉം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ടോണേഴ്സ് ആണ്. സോ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്നുള്ളവരെ കയറി ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ. ഇതും ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഓയിലി സ്കിന്നുകാർ മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മോയ്സ്ചറൈസർ. പക്ഷേ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിരിക്കണം. മാക്സിമം ഈ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല അഭിപ്രായം പറയുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് പോൺസിന്റെ ഒരു ജെൽ മോയ്സ്ചറൈസർ. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയല്ല. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ പേഴ്സണലി എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഇൻ ദ സെൻസ് നല്ലൊരു ഹൈഡ്രേഷൻ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഫേസിലിട്ട് അങ്ങനെ ഒരു ഹെവി ഫീലിംഗ് ഇല്ല എന്നൊക്കെ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത് മമ്മ എർത്തിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എന്റെ ഓയിലി സ്കിന്നിന് അല്ലെങ്കിൽ എന്റെ ഒരു സ്കിന്നിന് അത് പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ട്രൈ ചെയ്തിട്ട് ഞാനൊരു റിവ്യൂ പറയാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീക്ക്ലി ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നൊന്ന് കാം ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയിൻ വാട്ടറിൽ നമ്മുടെ നോർമൽ ഐസ് ക്യൂബ് ആണ്.
അത് ഡെയിലി ബേസിസിൽ ചെയ്യേണ്ടതാണ്. ഇത് വീക്ക്ലി ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. വീക്ക്ലി ഒരു 1-2 പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടതാണ്. ഒന്നുമില്ല, 2 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ഒന്ന് അലോവേറ ജെൽ, നമ്മുടെ നോർമൽ അലോവേറ ജെല്ല് ഐസ് ട്രേയിൽ ആക്കി വെക്കുക. എന്നിട്ട് അത് ഐസ് ക്യൂബ് ആവുമ്പോൾ അത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓക്കെ, അതൊരു ഓപ്ഷൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പാലില്ലേ, റോ മിൽക്ക്, നമ്മൾ തിളപ്പിക്കാത്ത സാധാരണ പച്ച പാലില്ലേ, ആ പാൽ ഒഴിച്ചിട്ട് ഐസ് ട്രേയിൽ വെക്കുക. അത് ഐസ് ക്യൂബ്സ് ആവുമ്പോൾ അതും നമുക്ക് റബ്ബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് രണ്ടും നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും കൂൾ ഡൗൺ ചെയ്യാനും എല്ലാം അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ പ്രിഫർ ചെയ്യുക അലോവേറ ജെല്ലാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്കും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ സ്കിൻ ടൈപ്പുകാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ സെക്രീഷൻ എല്ലാം തടയാൻ, അല്ലെങ്കിൽ അതൊന്ന് വലിച്ചെടുക്കാനായിട്ട് നല്ലൊരു ഫേസ് പാക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് DIY ആയിട്ട് വീട്ടിൽ തന്നെ ഫേസ് പാക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു DIY ഞാൻ പറയാം കേട്ടോ. മുൾട്ടാനി മിട്ടി, കടലമാവ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒന്നിലി തൈര് ഒഴിക്കാം, ഇല്ലെങ്കിൽ പാൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം. ഇതെല്ലാം നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏതാണോ അത് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യാറുള്ള കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ലെമൺ ചേരും, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല, ഒരു സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് അത് അലർജിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുക. വീക്ക്ലി ഒരു 3 തവണ മിനിമം കേട്ടോ, മിനിമം 3 തവണയെങ്കിലും നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്യണം. അതൊരിക്കലും അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യരുത്. ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഡേയ്സ് ഗ്യാപ്പ് വിട്ടിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിന്റെ കൂടെ സാൻഡൽവുഡ് പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ വേറെ ലെവലാവും. നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓയിൽ സെക്രീഷൻ വലിച്ചെടുക്കാനായിട്ട് ഇതിൽ മുൾട്ടാനി മിട്ടിയും ഹെൽപ്പ് ചെയ്യും. ആ മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഓയിൽനെസ്സിനെ വലിച്ചെടുക്കാനും ഹെൽപ്പ് ചെയ്യും. സാൻഡൽവുഡ് പൗഡറും ലെമണും എല്ലാം സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ്. ബേസൻ, നമ്മുടെ ഗ്രാം ഫ്ലോർ വന്നിട്ട്, നമ്മുടെ കടലമാവ് വന്നിട്ട് സ്കിന്ന് ക്ലെൻസ് ചെയ്യാൻ, എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി ക്ലെൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കലക്കാനും തേക്കാനും ഒക്കെ മടിയാണ് എന്നുള്ളവർ, അതേപോലെ തന്നെ പെട്ടെന്നൊരു ഫംഗ്ഷന് പോകുന്ന സമയമൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക്, ഇത് ഞാൻ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഇത്. മമ്മാ എർത്തിന്റെ C3 ഫേസ് മാസ്ക് ആണ്. ഫോക്കസ് ആവുന്നില്ല, വേണ്ട സമയത്തൊന്നും ഫോക്കസ് ആവില്ല. ആക്ച്വലി ഇത് ഫോക്കസ് ആവുന്നുണ്ട്, പക്ഷെ ലൈറ്റ് അടിച്ചിട്ട് കാണാൻ കേട്ടോ. അതുണ്ടോ, ഇത് മമ്മാ എർത്തിന്റെ C3 ഫേസ് മാസ്ക് ആണ്. ആക്ച്വലി ഇതില് ചാർക്കോൾ വരുന്നുണ്ട്, കോഫി വരുന്നുണ്ട്, ക്ലേ വരുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നല്ലൊരു ബ്രൈറ്റ്നെസ്, നല്ലൊരു ഫ്രഷ്നെസ് വരുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് അങ്ങനെ കലക്കാനും തേക്കാനും ഒന്നും പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫേസ് മാസ്ക് വാങ്ങി വെച്ചാൽ മതി. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 599 രൂപയാണ് MRP. ഓഫറൊക്കെ ഉണ്ടാവും. എനിവേ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 10th ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നോസിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് കോഫി പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഇല്ലാന്ന് പറഞ്ഞാൽ വേണ്ട, ജസ്റ്റ് കോഫി പൗഡറും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരിക്കലും ഹാർഷ് ആവരുത്, വളരെ ജെന്റിൽ ലൈറ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. അത് നോസിൽ മാത്രമല്ല, ഈ ഏരിയയിൽ, എനിക്ക് ഈ ഏരിയയിലും വരാറുണ്ട്. സോ ഈ ചിന്നിന്റെ ഏരിയയിലും നോസിലും നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. ഇതൊരു അടിപൊളി കിഡിലനായിട്ടുള്ള ഒരു സ്ക്രബാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചിലപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത ആൾക്കാരായിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. ഞാൻ ആ ഫേസ് വാഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കാണിക്കാൻ മറന്നു. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ആക്ച്വലി ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ചേരില്ല എന്നുള്ളത്. ആൻഡ് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൽ ഡ്രൈ സ്കിന്നുകാർക്കാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ബോഡി ക്യൂപ്പിഡിന്റെ ഡീപ് ക്ലാരിഫയിങ് ഫേസ് വാഷ് ആണ് ഫോർ ഡ്രൈ ആൻഡ് ഏജിങ് സ്കിൻ വിത്ത് വൈറ്റമിൻ ഇ ആൻഡ് ഹൈലറോണിക് ആസിഡ്. സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്. ഇത് ഒരു 100 ml 299 rupees ആണ് കേട്ടോ. സോ ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ് ഡ്രൈ സ്കിന്നുകാർക്ക്. സോ ട്രൈ ചെയ്യണം എന്നുള്ളവർ ട്രൈ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവേ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ 10 ഹാക്സ് അല്ലെങ്കിൽ 10
ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞു, ഓയിലി സ്കിന്നുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്നുള്ളത് കമന്റ് ചെയ്ത് പറയുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ അവിടെയും ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ, അടിപൊളി, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.